പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാനിപ്പോൾ മാപ്പ് ചോദിക്കാനും തയ്യാറാണ് എന്ന് പറയും. പിന്നീട് അതുപോലെ തന്നെ അനാമികയുടെ സ്വഭാവത്തിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ഇവളവിടെ വന്നിട്ട് ഏട്ടത്തിയുടെ അമ്മേനെയൊക്കെ താറടിച്ചാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ അടിക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ അവരങ്ങനെ താറടിച്ച് സംസാരിച്ചിട്ട് മോളങ്ങനെ അവരെ താറടിച്ച് സംസാരിച്ചെങ്കിൽ അത് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണെന്നും ജാനകി പറയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജലജി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കനകയുടെ സ്വഭാവത്തിനെ കുറിച്ച് ഒക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടേക്ക് പോയത് നന്ദുവിനെ കാണാനൊന്നുമല്ല, നന്ദുവിനെ കാണാനാണ് അനി അവിടേക്ക് പോയതെന്ന് പറയുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ നന്ദുവിനെ കാണാനല്ല അങ്ങോട്ട് പോയത്, വല്യമ്മേനെയും ഏട്ടത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, അപ്പോൾ വല്യമ്മേനെ കാണാൻ പോകുന്നത് ശരി, പക്ഷേ ഏട്ടത്തിനെ എന്താ കാണാൻ പോയത്, നിൻ്റെ ഏട്ടത്തിയാണോ അങ്ങനെ വല്യമ്മയ്ക്ക് കരൽ കൊടുക്കുന്നതെന്ന് ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുകയാണ്, ഞാൻ നന്ദുവിനെ കാണാനല്ല പോയത്, അതുപോലെ തന്നെ അവൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല അങ്ങോട്ട് പോയത്, അതെല്ലാവരും മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ്. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സംസാരം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അവളുടെ കവിളിൽ പാട് വീഴും, അതെല്ലാവരും മനസ്സിലാക്കിക്കോ എന്ന് പറയുന്ന സമയത്താണെങ്കിലും ഇതിനൊക്കെ പോലീസിൽ കേസ് കൊടുക്കുകയാണ് വേണ്ടതെന്ന് വേണു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക്, ഞാനതിന് തയ്യാറാണ് എന്നൊക്കെ അനി പറഞ്ഞിട്ട് അനി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിലും ജാനകി അനി അനി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, അനി തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോവാണ്. അനി പോകുന്ന കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം നമ്മളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ജാനകി പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമികേനോട്. അപ്പോൾ വേണു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മകളെ ഞങ്ങൾ എന്നേക്കായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകല്ല, ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ മോൾ ഇവിടെ നിൽക്കാൻ തന്നെയാണ് നല്ലത്, ഇനി പനിയുടെ മനസ്സ് എന്നാണോ മാറുന്നത് അന്ന് മോളെ വന്നിട്ട് അവൻ വിളിക്കട്ടെ, അന്നേ ഇനി മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അനാമികേനെയും കൂട്ടി പോവാണ്. ഈ സമയത്ത് ജലജ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടോ അനി ഇങ്ങനെ അവളെ ചൊടിപ്പിച്ച് വിടാനാണ് നോക്കുന്നത്, എല്ലാം ഇങ്ങനെ നൈനയുടെ ഇതുകൊണ്ടാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞ് കൊടുക്കുന്നത്. നന്ദുവിനെ ഇങ്ങനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ജാനകി പറയും, അതൊരിക്കലും നടക്കില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ട് ജയിലിൽ പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കനക എന്ന് പറയുന്നവൾ ഇങ്ങനെ മൂന്നാമത് അവളെ നന്ദുവിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കളി കളിക്കുന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ അത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു, പക്ഷേ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവൾ അനാമിക എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനീനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ്, ഓപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ആ സമയത്തും അങ്ങനെ ആദർശിനോട് പറയുന്നത്, അമ്മയുടെ വാക്ക് കേൾക്കാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അമ്മയാണ്, അപ്പോൾ അച്ഛനും മോനും എനിക്കിഷ്ടമില്ലാത്തവരെങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ ജീവിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്തിനാണ് ദേവയാനി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ദേവയാനീനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അമ്മ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ആദർശിനാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ മോനതൊന്നും കാര്യമാക്കണ്ട, മോൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അങ്ങനെ അയാളെക്കാളും മറ്റാരെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ്, അത് മുൻപും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ നൈനയുടെ കാര്യം എല്ലാം ശരിയായി, പക്ഷേ ദേവയാനിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ 100% ഉറപ്പൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാലും മുറിവ് ഉണങ്ങുന്ന വരെ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇങ്ങനെ പറയാനോ ഒക്കെ പാടുള്ളൂ എന്ന് പറയാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നോക്കിയാലും അവിടെ അമ്മയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ, അപ്പച്ചി ഇളയമ്മയൊക്കെ ICUവിൽ കയറുമ്പോൾ പോലും ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുകയാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർക്കാർക്കും ദേവയാനീനെ ആവശ്യമില്ലല്ലോ, നമുക്കല്ലേ എങ്ങനെ ദേവയാനീനെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ അനി കവിളത്തടിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ നൈനേനി അതുപോലെ തന്നെ നവ്യനെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യമൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, മലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കാൽനടയായിട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 5-6 ദിവസമെങ്കിലും എടുക്കും പോയി തിരിച്ചു വരാൻ, ആ സമയത്ത് നമുക്ക് അവരെ അവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറയുകയാണ്, അതിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനി ചേച്ചി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് വന്നാന്നുള്ള ആ ഒരു ഇതൊന്നും ഇങ്ങനെ മോള് ഇങ്ങനെ ഓർക്കണ്ട, അവരെ അങ്ങ് ചൂട് പിടിപ്പിച്ചോണം, എങ്ങനെയെങ്കിലും അങ്ങനെ അവളമാരെ അവിടുന്ന് പുറത്താക്കണം എന്ന് രേവതിയും അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കവിളത്ത് ഇതുവരെ ഇങ്ങനെ ഒരു പാട് വീണിട്ടില്ല, ആ പാട് വീഴാൻ കാരണം ആ നന്ദുവാണ് എന്ന് പറയും, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾക്കെതിരെയും അതുപോലെ തന്നെ അവളുടെ ചേച്ചിമാർക്കെതിരെ ഞാൻ എന്ത് കളി വേണമെങ്കിലും കളിച്ചിട്ട് അവിടുന്ന് പുറത്താക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണു ആണെങ്കിലും അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നീ വാശി കാണിക്കേണ്ടത് അനിയോടല്ല, ഇങ്ങനെ അതുപോലെ തന്നെ അവൻ്റെ ഏട്ടത്തിമാരോടാണ് എന്ന് പറയും, അനീനെ നീ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത്, ഇന്നിപ്പോൾ ജാനകി മോൾക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മകനാണ് അനി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മകൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ, അപ്പം നീ പുറത്താവും എന്ന് പറയാണ്, അത് മോളിങ്ങനെ മനസ്സിൽ വെച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജാനകി ആണെങ്കിലും ഇങ്ങനെ
ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. നേരെ കനകയുടെയും നന്ദുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നന്ദുവിനോട് അവിടെ വന്നിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, ഇങ്ങനെ അനാമിക വന്ന സമയത്തും ഇങ്ങനെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന. പിന്നെ എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ അനാമിക മോളുടെ ഇങ്ങനെ കവിളത്ത് പാട് വീഴാൻ കാരണം ഇവളാണ് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ നന്ദൂട്ടൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ ഞാൻ വിളിച്ചിട്ടാണ് ഇവൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ ഇങ്ങനെ അമ്മയും മോളും എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളതാണ്, ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവളെവിടെ പോയി, കുളിക്കാനോ നനയ്ക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അനാമിക മോളുടെ സ്ഥാനത്ത് ഇവളെ കയറ്റാൻ അങ്ങ് നോക്കണ്ട, അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ അവരുടെ മുഖത്ത് നോക്കിയും പറയുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും നന്ദു അങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളോട് ഇതിനുള്ള മറുപടി പറയാൻ എനിക്കറിയാം, പക്ഷേ ആ സാഹചര്യം അതായി പോയി, അതുകൊണ്ടാണ് പറയാത്തതെന്നൊക്കെ പറയുമ്പോൾ, എന്ത് സാഹചര്യം? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഏട്ടത്തിക്കൊന്നും ഒരു ഇഷ്ടമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇനിയിപ്പോൾ ആദർശിനെയും അതുപോലെ തന്നെ ജയേട്ടനെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കനകയും നന്ദുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്, ഒന്നും പറയാനും പറ്റുന്നില്ല. നന്ദു അനിയനെ കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് വരുന്നതെന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ജാനകി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇളയമ്മ എവിടെയെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആദർശിനോടായി കേട്ടോ ജാനകി ഓരോ കാര്യങ്ങൾ പറയുന്നത്. നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അനാമിക മോളെ അനി അടിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ? എന്നിട്ട് നീ എന്താ ഒന്നും പറയാത്തത്? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്തും അനാമികയുടെ ഭാഗത്താണ് തെറ്റെന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു. അവളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവൾ തന്നെയാണ്, അവൾ ആ രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞാലും ഒരു തെറ്റുമില്ലല്ലോ, ഇങ്ങനെ അനീനെ കാണാൻ ഇവളെന്തിനാ അങ്ങോട്ട് വരുന്നത്? അനിയും അതുപോലെ തന്നെ നന്ദും ഇങ്ങനെ കല്യാണത്തിന് മുന്നേ സ്നേഹം ആയിരുന്നു എന്നുള്ള കാര്യം അനാമിക മോൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും ഇങ്ങനെ അത് സഹിക്കില്ലല്ലോ, പിന്നെ ആ സ്നേഹിച്ചിരുന്ന പെൺകുട്ടീനെ കാണാൻ വരുന്നത് ആരും സഹിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവൾ മാറി നിൽക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികേനെ അനി അടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വായിൽ നിന്ന് അങ്ങനത്തെ സംസാരമാണ് വന്നത്, ഇനി ഇളയമ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയി തരണല്ലേ, അപ്പോൾ ഇവരെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആര് വിചാരിച്ചാലും അനാമിക മോളെ എന്തായാലും അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ദേവയാനിക്ക് അവരൊന്നും അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് ജാനകി നേരെ ജയൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ജയൻ്റെ അടുത്ത് ചെന്നിട്ടും ഇങ്ങനത്തെ സംസാരങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. അനാമികേനെ അനി അടിച്ചതും, അപ്പോൾ ഇങ്ങനെ ജയേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ, ഏട്ടത്തേക്ക് എന്തായാലും ഇങ്ങനെ നന്ദും അതുപോലെ തന്നെ ഇങ്ങനെ നയനയുടെ വീട്ടുകാരൊന്നും അവിടെ വന്നിരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അവരവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഇവിടെ നയനിയും എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ വന്നിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ജയൻ പറയുന്നുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഈ സമയത്ത് ഇവിടെ ഇരിക്കേണ്ടതും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെ കാരണമൊക്കെ നീ പിന്നീട് അറിഞ്ഞോളും എന്ന് ജയൻ പറയുകയാണ്. നയന അവിടെ ഇങ്ങനെ കരൽ കൊടുത്ത് സർജറി കഴിഞ്ഞ് കിടക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ വേണമല്ലോ, അതുകൊണ്ട് അത് പറയാനും പറ്റുന്നില്ല, അപ്പോൾ അതൊക്കെ നീ പിന്നീട് അറിഞ്ഞോളും എന്ന് പറയുകയാണ്. പിന്നീട് നയനേനെ പറ്റിയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും എൻ്റെയും ആദർശിൻ്റെയും മനസ്സിൽ നിന്ന് നയനമോളെ പുറത്താക്കാനോ ഞങ്ങൾ ഒരിക്കലും നയനമോളെ തള്ളി പറയാനോ ഒന്നും പോണില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജാനകിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമകൾ നല്ലവളിൽ നല്ലവളാണ്, അവളെ എന്തായാലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല, അങ്ങനെ പുറത്താവുകയാണെങ്കിൽ ഞാനും അവിടെ നിന്ന് പോവും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശിനോട് ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ നിൻ്റെ അമ്മയും കൂടെ കാണും എന്ന് ആദർശിനോടും പറയുന്നുണ്ടായിരുന്നു. അത് തന്നെ ജയനോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട്. അനാമികേനെ അടിച്ച കാര്യമൊക്കെ ജാനകി പറയുന്ന സമയത്ത് അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെ തെറ്റിയെന്ന് ജയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ദേവയാനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അനി അടിച്ച സമയത്ത് അവർ നേരെ ഇങ്ങനെ പോലീസിൽ പോയി കേസ് കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്, പിന്നെ അതൊന്നും ചെയ്യാത്തത് അവരുടെ നല്ല മനസ്സാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവർ പോയി കേസ് കൊടുക്കട്ടെ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നും കൂടെ ജയൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ദേഷ്യപ്പെട്ടാണ് ജാനകി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നേരെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അജയനോടാണ് കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത്. അജയനാണെങ്കിലും ഇങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഭർത്താവല്ലേ അജയേട്ടൻ, എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇനി ഇങ്ങനെ അനാമികനെ അടിച്ചതിനെ കുറിച്ചോ ഒന്നും അജയൻ ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനാമിക അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ആരെയും നോവിക്കാത്ത ആളാണല്ലോ, അങ്ങനെ തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം കാണും, അല്ലാതെ അവൻ എന്തായാലും അവളെ അങ്ങനെ അടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട്, ആ മോള് ഇപ്പോൾ ഇവിടുന്ന് പിണങ്ങി പോയിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ, അത് നേരത്തെ അവൾ ഇങ്ങനെ ഉടക്കുണ്ടാക്കി പോയതല്ലേ, ഈ കാരണം കൊണ്ടല്ലല്ലോ അവൾ പോയത്, എന്നിട്ട് ഇങ്ങനെ അജയേട്ടൻ അവനോട് ഇങ്ങനെ അനാമിക മോളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ കല്യാണത്തിന് മുന്നേ തന്നെ അവളാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഇടിച്ചു കയറി വന്ന് അനിയനെ
എന്നെ ഇങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതും എന്നിട്ട് പിന്നെ ആവേശം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷമൊന്നും അവൾ കാണിക്കുന്നില്ലല്ലോ, അപ്പോൾ അതെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ജാനകിനോടാണെങ്കിലും. അപ്പോൾ എന്തായാലും അനി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ അജയൻ സംസാരിക്കുന്നത്. അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് എല്ലാവരും തർപ്പിച്ച് പറയുന്നത്. പക്ഷേ ജാനകിക്ക് അതങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് നന്ദുവും കനകയൊക്കെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ 2 മരുമക്കളുടെ അനിയത്തി അമ്മയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആരെക്കാളും കൂടുതൽ അവർ തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത്. അത് ആ മോൾ ഇങ്ങോട്ട് വരുന്നതിലും ഹോസ്പിറ്റലിലേക്ക് വരുന്നതിലൊന്നും ആർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിൻ്റെ മരുമകളെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുകയാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജാനകിയാണെങ്കിലും ഇങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. പിന്നീട് ദേവയാനീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.